നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രവർത്തകരെ ആവേശത്തിലാക്കി വീണ്ടും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. പാലക്കാട് മോദിയെ വരവേറ്റ ആയിരങ്ങൾ. ഇടുക്കിയിലെ കാട്ടുകൊമ്പൻ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തും. ആനയുടെ സഞ്ചാരം നിരീക്ഷിക്കും. മയക്കുവെടി വെക്കേണ്ട സാഹചര്യമില്ലെന്ന വിലയിരുത്തൽ. ആലപ്പുഴ പുറക്കാട് കടൽ ഉൾവലിഞ്ഞു. കടലിറങ്ങിയത് പുറക്കാട് മുതൽ പഴയങ്ങാടി വരെ. ആശങ്ക വേണ്ടെന്ന് വിദഗ്ധർ. തൃശൂരിൽ വാഹനാപകടത്തിൽ ഒരു മരണം. അപകടം പച്ചക്കറികൾ കയറ്റിവന്ന ലോറികൾ കൂട്ടിയിടിച്ച്. വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കല്ല് വീണ യുവാവിന് ഗുരുതര പരിക്ക്. ആന്തൂരിൽ ഓട്ടോറിക്ഷ കത്തി നശിച്ച നിലയിൽ. വിശദമായ വാർത്തകൾ നോക്കാം. ആവേശമായി പാലക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ മോദിക്ക് പ്രവർത്തകരുടെ ഊഷ്മള വരവേൽപ്പ്. മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലിപാഡിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി പുഷ്പാലങ്കൃത വാഹനത്തിൽ 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. 11:20 നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക് മടങ്ങി. അനുബോധ വിവരങ്ങളുമായി ചേർന്നു വിനോദ്. അങ്ങനെ പാലക്കാടൻ മണ്ണിനെ ഇളക്കി മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കടന്നുപോയല്ലേ? അതും കൊടും ചൂടിൽ ആവേശം ഒട്ടും ചോരാതെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ റോഡിന്റെ ഇരുവശത്തും എത്തിയത്. പ്രത്യേകിച്ച് 39 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറയുന്ന പാലക്കാടാണ് ഇത്രമാത്രം ആവേശത്തിൽ പ്രധാനമന്ത്രി സ്വീകരിച്ചത്, അല്ലേ? തീർച്ചയായും കൊടും ചൂടാണ്. കരിമ്പനകളുടെ നാട്ടിൽ പക്ഷേ ഇത്തവണ താമര വിരിയിക്കാൻ ഈ കൊടും ചൂടിൽ മോദിയെ കാത്തുനിന്ന ആളുകൾ തുണയ്ക്കുമെന്ന പ്രതീക്ഷയാണ് BJPയെ സംബന്ധിച്ച് ഉള്ളത്. കാരണം അത്രമാത്രം വലിയ ഒരു ആവേശത്തോടെയാണ് നരേന്ദ്രമോദിയെ പാലക്കാട് സ്വീകരിച്ചത്. 1 കിലോമീറ്റർ ദൂരം അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുത്തു. ആ റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾക്കപ്പുറത്ത് ആളുകൾ മണിക്കൂറുകൾ കാത്തുനിന്നാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ടത്. രാവിലെ 6 മണി മുതൽ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിരുന്നത്. ആളുകൾക്ക് നേരെ കൈവീശി കാണിച്ചും അദ്ദേഹം പുഷ്പവൃഷ്ടി നടത്തിയ ആളുകൾ പ്രത്യാഭിവാദ്യം ചെയ്തു മോദിയെ. വലിയ ആവേശത്തിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ പാലക്കാട് പര്യവസാനിക്കുമ്പോൾ BJPയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ്. കാരണം പാലക്കാട് BJPക്ക് കാലങ്ങളായിട്ട് സ്വാഭാവിക വളർച്ച ഉള്ള ഒരു മണ്ണാണ് എന്നാണ് BJP കരുതുന്നത്. വോട്ടിങ്ങിലാണെങ്കിലും പ്രവർത്തകരുടെ എണ്ണത്തിലാണെങ്കിലും അതിൽ കാലങ്ങളായിട്ട് വർധനവാണ് രേഖപ്പെടുത്തി വരുന്നത്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോ കൂടി അവർക്ക് വളരെ സഹായകമാകും എന്നൊരു കണക്കുകൂടൽ തന്നെയാണുള്ളത്. പാലക്കാട് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനൊപ്പം തന്നെ പൊന്നാനി സ്ഥാനാർത്ഥിയായ നിവേദിതയും അദ്ദേഹത്തിന് കൂടെ റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു. ഇതുതന്നെയാണെങ്കിലും BJPയെ സംബന്ധിച്ച് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനം വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. അദ്ദേഹത്തെ കാണാനും അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ വേണ്ടി തന്നെ ഇത്രയും അധികം ആളുകൾ തടിച്ചുകൂടിയത് അത് BJP പ്രവർത്തകർ മാത്രമല്ല സാധാരണക്കാരായ ആളുകളുണ്ട് എന്നാണ് കെ സുരേന്ദ്രൻ തന്നെ അവകാശപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു സ്വീകാര്യത മോദിയുടെ ഓരോ സന്ദർശനത്തിനും കേരളത്തിൽ ലഭിക്കുന്നത് BJPയെ സംബന്ധിച്ച് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. ഇത്തവണ പാർലമെന്റിലേക്ക് അതുകൊണ്ട് തന്നെ BJPയുടെ അക്കൗണ്ടിൽ സീറ്റുകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് BJP പങ്കുവയ്ക്കുന്നത്. അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്തും. ഇത് സംബന്ധിച്ച നിർദ്ദേശം CCF മൂന്നാർ DFOയ്ക്ക് നൽകി. കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചു. പടയപ്പയുടെ സഞ്ചാരവും നീക്കങ്ങളും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കും. നിലവിൽ ആനയെ മയക്കുവെടി വെക്കേണ്ട സാഹചര്യമില്ല എന്നാണ് വിലയിരുത്തൽ. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. പ്രിൻസ്, അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പയുടെ ഒരു ആക്രമണം അല്ലെങ്കിൽ ശല്യം വലിയ രീതിയിൽ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. വാഹനങ്ങൾ നശിപ്പിക്കുന്നു, കടകൾ നശിപ്പിക്കുന്നു, ആളുകൾക്ക് ഭയത്തോടെ പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം. ഇപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ?
ഭവ്യ, തീർച്ചയായും ഏതാനും മാസങ്ങളായി മൂന്നാറിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു പടയപ്പ. എല്ലാ ദിവസവും തന്നെ ഏതെങ്കിലും തോട്ടം മേഖലയിൽ പടയപ്പ് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആക്രമണ സ്വഭാവം കുറച്ചുനാളായി പ്രകടിപ്പിക്കുന്നുണ്ട്. വാഹനങ്ങൾക്ക് നേരെ കൃത്യമായി മിക്കപ്പോഴും ആക്രമണം നടത്തുന്നു. വലിയ തോതിലുള്ള ആക്രമണം, മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യവും ഒപ്പം വാഹനങ്ങളെ ആക്രമിക്കുന്ന സ്വഭാവവും ഒക്കെ പ്രകടിപ്പിച്ചു തുടങ്ങിയതോടെയാണ് വലിയ ആശങ്ക ജനങ്ങൾക്കുള്ളിൽ ഉടലെടുത്തിരുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ തികച്ചും ശാന്തനായി വ്യാപാര സ്ഥാപനങ്ങൾ, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ മാത്രം ആക്രമിച്ച് മടങ്ങുന്ന ഒരു രീതിയായിരുന്നു പടയപ്പയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ സ്വഭാവശിഷ്ടം മാറിയതോടെയാണ് ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരുകയും തുടർന്ന് വനം വകുപ്പ് ഇപ്പോൾ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആന മൂന്നാർ ടോപ്പ് ഡിവിഷൻ ഭാഗത്താണ് നിൽക്കുന്നത്. ഇത് ഒരു വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമല്ല, തോട്ടം മേഖലയോട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആനയുടെ നിരീക്ഷണം കൃത്യമായി നിരീക്ഷിക്കുകയും നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും വനമേഖലയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതുവരെ ആനയെ കൃത്യമായി നിരീക്ഷിക്കാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഡ്രോൺ ഉപയോഗിച്ച് ആനയുടെ ചലനങ്ങൾ നിരീക്ഷിക്കും. ഒപ്പം പടയപ്പയെ നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക ടീമിനെ കഴിഞ്ഞിടയ്ക്ക് നിയോഗിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മൂന്നാറിലെ സ്പെഷ്യൽ RRT ടീമും ചേർന്നുകൊണ്ട് ഈ പ്രത്യേക ദൗത്യ സംഘവും ചേർന്നുകൊണ്ടുള്ള നിരീക്ഷണമായിരിക്കും നടത്തുക. അങ്ങനെ വനമേഖലയോട് ചേർന്ന് എത്തിയ ഉൾക്കാട്ടിലേക്ക് തുറന്നുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. എന്തായാലും ഏതാനും നാളുകളായി മൂന്നാറിലെ സ്ഥിരം സാന്നിധ്യമായ പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് വിടും എന്ന് തന്നെയാണ് നാട്ടുകാരും കരുതുന്നത്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ പടയപ്പ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിൽ തന്നെ നടത്തിയിരുന്നു. എന്തായാലും ആനയെ വെടിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കൂടിയുണ്ട്. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകേണ്ട, വെടിവെക്കാതെ തന്നെ ഉൾക്കാട്ടിലേക്ക് മടക്കി അയക്കാം എന്നാണ് വനംവകുപ്പിന്റെ തീരുമാനം. കൃത്യമായ നിരീക്ഷണം പടയപ്പയെ നിരീക്ഷിക്കുകയാണെങ്കിൽ തന്നെ വലിയ തോതിലുള്ള ആശ്വാസം ജനങ്ങൾക്കുണ്ടാകുമെന്നാണ് നാട്ടുകാർ കരുതുന്നത്. ഭവ്യ, ശരി, എന്തായാലും പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നു മനസ്സിലാക്കുന്നത് മൂന്നാറിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള വിവരം തന്നെയാണ്. പ്രിൻസ് ജെയിംസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. തൃശൂരിൽ വാഹനാപകടത്തിൽ ഒരു മരണം. പട്ടിക്കാട് ദേശീയപാതയിൽ പച്ചക്കറി കയറ്റി വന്ന ലോറികൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തമിഴ്നാട് സ്വദേശി M. മോഹൻകുമാറാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു അപകടം. ടയർ പഞ്ചറായതിനെ തുടർന്ന് ദേശീയപാതയിൽ നിർത്തിയിട്ട മിനി ലോറിയുടെ ഡ്രൈവറെ സഹായിക്കാൻ പിന്നീട് വന്ന മറ്റൊരു മിനി ലോറി സമീപത്തായി തന്നെ നിർത്തിയിരുന്നു. ഇതിന് പിന്നിലേക്ക് പച്ചക്കറി കയറ്റി വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോലയിൽ ടിപ്പറിൽ നിന്നും കല്ല് തെറിച്ചു വീണ് ബൈക്ക് യാത്രികനായ യുവാവിന് ഗുരുതര പരിക്ക്. നെയ്യാറ്റിൻകര നിംസിലെ 4ാം വർഷ BDS വിദ്യാർത്ഥിയായ അനന്തുവിനാണ് പരിക്കേറ്റത്. മുക്കോല സ്വദേശിയാണ്. കൈക്കും തലയ്ക്കും ഗുരുതര പരിക്ക് പറ്റിയ അനന്തുവിന്റെ നില ഗുരുതരമാണ്. കണ്ണൂർ ആന്തൂരിൽ ഓട്ടോറിക്ഷ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തി. തളിയിൽ സ്വദേശി MK ഗണേശന്റെ ഓട്ടോയാണ് കത്തി നശിച്ചത്. ഇന്നലെ രാത്രി 11:30യോടുകൂടിയായിരുന്നു സംഭവം. വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ട് ഓട്ടോയാണ് കത്തി നശിച്ചത്. തളിപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ പുറക്കാട് കടൽ ഉൾവലിഞ്ഞു. 50 മീറ്ററോളം ദൂരമാണ് കടൽ ഉൾവലിഞ്ഞത്. പുറക്കാട് മുതൽ തെക്കാട് 300 മീറ്ററോളം ഭാഗത്താണ് കടൽ വലിഞ്ഞത്. പുറക്കാട് മുതൽ പഴയക്കാടി വരെയുള്ള ഭാഗത്താണിത് ദൃശ്യമായത്. കടൽ വലിഞ്ഞതോടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ തീരത്തുനിന്ന് നീക്കി. ചാകരയ്ക്ക് മുന്നോടിയായുള്ള സ്വാഭാവിക ഉൾവലിയലാണെന്ന നിഗമനത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഈ വേലിയേറ്റം ഉണ്ടാകുന്ന വേലിയേറ്റം ഈ പക്കുണ്ട് പ്രത്യേകിച്ച് അത് ചില ആഴ്ചകളിൽ ഉണ്ടാകുന്ന, അല്ലാതെ അതിനകത്ത് പ്രത്യേകതയൊന്നും ഇല്ല. എല്ലാ കൊല്ലവും ഇങ്ങനെ വൃത്തിയത്തിലുമൊക്കെ വേലിയേറ്റം ഉണ്ടാകും. ആ സമയത്തുണ്ടാകുന്ന ചേറ് അടിഞ്ഞ് കരക്ക് കയറും, ചേര് ചാര കരയിൽ നിന്ന് പിടിവിടുന്നു. അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. ചിലപ്പോൾ 2 ദിവസം നിൽക്കത്തുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ അത് മാറും. ഈ ചാകര എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിലേക്ക് ഈ കടൽ ഉൾവലിഞ്ഞ് മാറിയിട്ടുള്ളത്. സ്വാഭാവികമായും വേനലായി കഴിയുമ്പോഴേക്കും അതിനോടൊപ്പം തന്നെ പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാകുന്നതിൻ്റെ സൂചന കൂടി. ഇതിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ വെള്ളം വലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സമീപ പ്രദേശത്തുള്ള ഭാഗങ്ങളിൽ വെള്ളം ശക്തമായി ഇരച്ച് കയറുകയും ചെയ്യും. അത് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായിട്ടുണ്ട്. പുറക്കാട് പഞ്ചായത്തിൻ്റെ തന്നെ
കുന്തല ഭാഗം, അതിനോടൊപ്പം തന്നെ പുറക്കാട് പഞ്ചായത്തിൻ്റെ കരൂർ ഭാഗങ്ങളിലൊക്കെ രാത്രി കടൽ കയറിയിട്ടുണ്ട്. ഈ 2 ദിവസം കഴിയുമ്പോൾ ഈ ഒരു സാഹചര്യം മാറുകയും ചെയ്യും. എങ്കിലും ആശങ്കാജനകമായ ഒരു തരത്തിലേക്ക് നമ്മുടെ പ്രകൃതി മാറി എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലേക്ക് ഉണ്ടാകുന്നത്. 2 ദിവസം കഴിയുമ്പോഴേക്കും സ്വാഭാവികമായും പഴയൊരവസ്ഥയിലേക്ക് തിരിച്ചു വരും. പിന്നെ അതുകൂടാതെ പഴയ മത്സ്യത്തൊഴിലാളികളായ പ്രായമായ ആളുകളൊക്കെ തന്നെ പറയുന്നതും ഇതിനുശേഷം ശക്തമായ തരത്തിലേക്ക് തിരമാല ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ചാകര തന്നെ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ചില അവസരങ്ങളിൽ ഇത്തരത്തിലേക്ക് ഇതിനു മുമ്പും വളരെ വലിയ ഇത്തരത്തിലേക്ക് ഉണ്ടായിട്ടും ഉണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 130 കിലോയോളം കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ അന്തിക്കാട് സ്വദേശികളായ 2 പേർ അറസ്റ്റിലായി. അന്നുസൽ, ശരത് എന്നിവരാണ് പിടിയിലായത്. നാഷണൽ പെർമിറ്റ് ലോറിയിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. തിരുവനന്തപുരം വിഴിഞ്ഞം മുല്ലൂർ തുറമുഖ കവാടത്തിൽ ഉപരോധം. രാവിലെ 10 മണിവരെ ഭാരം കയറ്റിയ ടിപ്പറുകളും ലോറികളും ഓടരുത് എന്ന ചട്ടം ലംഘിച്ചാണ് ടിപ്പറുകൾ ഓടുന്നതെന്നും അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ അപകടങ്ങൾ പതിവാക്കുന്നുവെന്നുമാണ് ഇവരുടെ ആരോപണം. കാസർകോട് കുമ്പള കഞ്ചിക്കട്ട പാലം പൂർണ്ണമായും അടച്ചു. അപകടാവസ്ഥയിലായ പാലത്തിൽ വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലം പൂർണ്ണമായും അടച്ചത്. ബദൽ സംവിധാനം ഒരുക്കാതെ പാലം അടച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. അപകടാവസ്ഥയിലായ കഞ്ചിക്കട്ട പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചതിന് പിന്നാലെ പാലം പൂർണ്ണമായും അടച്ചു. മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പാലത്തിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണം തുടങ്ങി. രാത്രിയോടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 3 ദിവസം മുമ്പ് പാലത്തിന്റെ 1.5 കിലോമീറ്റർ ദൂരത്തിനായി ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ജില്ലാ കളക്ടർ 2 മാസം മുമ്പ് തന്നെ കഞ്ചിക്കട്ട പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ച് ഉത്തരവിറക്കിയിരുന്നു. പാലം അടയ്ക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ താൽക്കാലികമായി ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് കൂടി കടന്നുപോകാൻ പാകത്തിലാണ് വഴിയടച്ചത്. കഞ്ചിക്കട്ട പാലം പൊളിഞ്ഞു വീഴാറായിട്ട് വർഷങ്ങളോളായി. അധികാരികൾ ഇപ്പോഴാണ് അറിഞ്ഞത് ആ പാലം പൊളിഞ്ഞു വീഴാറായിട്ടുണ്ടെന്ന്. അപ്പോൾ 1 മാസം മുമ്പ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു ഈ കഞ്ചിക്കട്ട പാലം പൂർണ്ണമായി അടച്ചിടണമെന്ന്. കുമ്പള പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട പല സ്ഥാപനം, അതായത് കുമ്പള ബസ് സ്റ്റാൻഡ്, അതും പൊളിച്ചിടാനും സർക്കാരിന് പെട്ടെന്ന് പറ്റും. ഒരു JCB വന്ന 2 മണിക്കൂറിനകം അതിനുശേഷം പൊളിച്ച് ഇല്ലാതാക്കാൻ പറ്റും. അതേപോലെ കഞ്ചിക്കട്ട പാലവും ഇതുപോലെ പൊളിച്ചു നീക്കാനുള്ള ഉദ്ദേശമാണ് സർക്കാരിൻ്റെതാണെന്ന് തോന്നുന്നത്. ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ളവർ പ്രതിഷേധിച്ചതോടെയാണ് പരീക്ഷാ സമയം കണക്കിലെടുത്ത് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള വഴി ഉൾപ്പെടുത്താൻ അധികൃതർ തയ്യാറായത്. ഇത്തരത്തിലുള്ള സൗകര്യം ഒരുക്കിയില്ലായിരുന്നുവെങ്കിൽ വിദ്യാർത്ഥികളടക്കമുള്ള 100 കണക്കിന് യാത്രക്കാർക്ക് കുമ്പള നഗരത്തിലെത്താൻ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സ്ഥിതിയുണ്ടാകുമായിരുന്നു. ബദൽ സംവിധാനം ഒരുക്കാതെ ധൃതി പിടിച്ച് പാലം അടച്ചതിനെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. 6 പതിറ്റാണ്ടിന് ശേഷം മലപ്പുറം ഇടിക്കളം ചടങ്ങ് നടന്നു. കുറ്റിപ്പുറം നോട്ടനാക്കലുകൾ ഭഗവതി ക്ഷേത്രത്തിലാണ് 65 വർഷത്തിനു ശേഷം ദാരികവധവുമായി ബന്ധപ്പെട്ട ചടങ്ങ് നടത്തിയത്. വർഷം മുമ്പ് നിർത്തിവെച്ച ചടങ്ങ് ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം പുനരാരംഭിച്ചത്. ഉത്സവത്തിന്റെ സമാപന ദിവസമാണ് ചടങ്ങ് നടന്നത്. 7 ഉരലും 14 ഉലക്കയും ക്ഷേത്രമുറ്റത്ത് തയ്യാറാക്കിയ ശേഷം 7 പുരുഷന്മാരും സ്ത്രീകളും ചേർന്നാണ് ഇടിക്കളം ചടങ്ങിന് നേതൃത്വം നൽകിയത്. ഇടിക്കുന്ന 14 പേർക്ക് പുറമെ പൊടിക്കാരായി 10 പേരുമുണ്ടാകും. ഉരലിൽ കരിക്ക്, പച്ചമഞ്ഞൾ, കുരുത്തോല, പൂക്കുല, വാഴപ്പോള തുടങ്ങിയവയാണ് സമർപ്പിക്കുന്നത്. വ്രതം നോറ്റ ശേഷമാണ് സ്ത്രീകളും പുരുഷന്മാരും ഇടിക്കളം ചടങ്ങിൽ പങ്കെടുക്കുന്നത്.
ഐക്യദാർഢ്യത്തിന് പ്രതീകാത്മകമായി നടത്തുന്ന ചടങ്ങിന് ആദ്യമായാണ് പുതുതലമുറ സാക്ഷിയായത്. വെളിച്ചപ്പാടിന്റെ സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങളോടെയാണ് ചടങ്ങ്. ഉത്സവ സമാപനത്തിന്റെ ഭാഗമായുള്ള മധുകുംഭം എഴുന്നള്ളിപ്പിന് ശേഷമാണ് ചടങ്ങ് നടന്നത്. ന്യൂസ് 18 തിരൂർ. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. തിരികെ സകലമാന കേരളത്തിലേക്ക്. ഇടുക്കി ചിന്നക്കനാലിലെ വനം വകുപ്പിന്റെ ഫെൻസിംഗ് പദ്ധതിയിൽ 301 കോളനി ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം. കാട്ടാനാക്രമണം ഏറ്റവും രൂക്ഷമായ പ്രദേശത്തെ ഒഴിവാക്കിയതിന് പിന്നിൽ പ്രത്യേക ലക്ഷ്യമുണ്ടെന്നാണ് ആക്ഷേപം. 301 കോളനി ഒഴിവാക്കി സിംഗുകണ്ടം, BL റാം മേഖലകളിലാണ് വനംവകുപ്പ് പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. 301 കോളനിവാസികളായ ചിലർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. എന്നാൽ വിശാലമായ പ്രദേശത്തെ വനംവകുപ്പ് ഒഴിവാക്കിയതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കാട്ടാന ശല്യം രൂക്ഷമാകുന്നതോടെ നിലവിലെ താമസക്കാർ കൂടി ഒഴിഞ്ഞുപോകുമെന്ന് വനംവകുപ്പ് കണക്കുകൂട്ടലാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്നാണ് ആക്ഷേപം. നിലവിലിപ്പോ ഫെൻസിംഗ് എന്ന് പറയുന്നവർ 5 വീട്ടുകാർ 10 വീട്ടുകാർക്ക് ഇങ്ങനെ അവർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നാൽ അവർ തന്നെ നോക്കി അങ്ങനെ വരും. മൊത്തമായിട്ട് ഇടണമെങ്കിൽ 16 കിലോമീറ്റർ ഏതാണ്ട് വരുന്നുണ്ട് ഫെൻസിങ്. അപ്പം മെയിൻ്റനൻസ് വരുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 5 വീട്ടുക്ക് 6 വീട് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അവർ തന്നെ മെയിൻ്റനൻസ് എല്ലാം നോക്കും. അപ്പം അങ്ങനെ എല്ലാ ആവശ്യവും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ഒരു ഗതികേടാണോ എന്താ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല. 301 കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ കോളനിയിൽ നിലവിൽ 26 കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത്. വീടുകൾക്ക് ചുറ്റുമെങ്കിലും ഫെൻസിംഗ് ഒരുക്കണമെന്നാണ് കുടിനിവാസികളുടെ ആവശ്യം. പരിഹാരം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വന്നെങ്കിൽ ഞങ്ങൾക്ക് വീടിന് ചുറ്റും ഫെൻസിങ് വേണം. കാരണം ഞങ്ങൾ ഫോറസ്റ്റോട് പലതവണ അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് നടക്കാത്തൊരു കാര്യമാണ്. കാരണം അവർ പറയുന്ന റീസൺ വെച്ചാൽ ഞങ്ങൾക്ക് 301 ഏരിയ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ആൾക്കാർ കുറവും ഏരിയ കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് ഫുള്ള് വേണ്ട, വീടിന് ചുറ്റുമാണ് സുരക്ഷയ്ക്കായിട്ട് മാത്രം ഞങ്ങൾക്കൊന്ന് സോളാർ വേലി ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരിക്കും ഇവിടെ ഉള്ളവർക്ക്. അരിക്കൊമ്പനെ കാട് കടത്താൻ തീരുമാനമെടുത്ത യോഗത്തിൽ തന്നെ മതികെട്ടാനിൽ നിന്നുള്ള കാട്ടാന ശല്യം തടയുന്നതിനായി സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നിലവിൽ പന്നിയാറിൽ റേഷൻ കടയും സ്കൂളും അടക്കം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് മാത്രമാണ് ഫെൻസിംഗ് ഉള്ളത്. സിംഗുകണ്ടം ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലായി 18 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഫെൻസിംഗ് ഉടൻ സ്ഥാപിക്കുമെന്നാണ് വനം വകുപ്പിന്റെ ഉറപ്പ്. എന്നാൽ ഈ പദ്ധതിയിൽ നിന്നാണ് 301 കോളനി ഒഴിവാക്കപ്പെട്ടത്. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലത്ത് ഇപ്പോൾ പച്ചക്കറി വിളവെടുപ്പാണ്. 6 വർഷം മുൻപ് CPMന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കൃഷിയാണ് വിളവെടുപ്പിന് പാകമായത്. നെല്ലിക്കുഴി സ്വദേശി ചന്ദ്രബോസിന്റെ കൃഷിയിടത്തിൽ ഇപ്പോൾ വിളവെടുപ്പിന്റെ തിരക്കാണ്. CPM നിർദ്ദേശപ്രകാരമാണ് കൃഷി തുടങ്ങിയത്. അന്ന് തുടങ്ങിയ കൃഷി ഇപ്പോഴും മുടക്കമില്ലാതെ തുടരുന്നു. പയർ, പാവൽ, വഴുതന, വെണ്ട, ചുരക്ക, പടവലം, വഴുതന, കുമ്പളം തുടങ്ങിയവ പൂർണ്ണമായും ജൈവരീതിയിലാണ് വിളയിക്കുന്നത്. മത്സ്യകൃഷിയുമുണ്ട്. ചന്ദ്രബോസിന്റെ കൃഷിയിടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പച്ചക്കറികൾ ഇവിടെ വിൽപ്പനയ്ക്കില്ല. 1/2 ഏക്കറോളം വരുന്ന പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും കാർഷിക വിളകൾ പറിച്ചെടുക്കാം. തീർത്തും സൗജന്യമായി പച്ചക്കറികൾ വിതരണം ചെയ്ത് കൃഷിയിലും വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഇദ്ദേഹം. ചന്ദ്രബോസ് മാതൃകയാണെന്ന് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു. മുടങ്ങാതെ ഇതുപോലെ കഷ്ടപ്പെട്ട് നന്നേ പുലരും മുമ്പ് ഈ തൊട്ടടുത്തുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരി ഓരോ പച്ചക്കറിക്കും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ നനച്ച് അതിന് സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ കൃഷി യഥാർത്ഥത്തിൽ ജീവൻ്റെ ഒരു തുടിപ്പാക്കി മാറ്റിയിടുന്നു. സഖാവ് ചന്ദ്രബോസ് യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് പാർട്ടി പ്രവർത്തകരായ ഈ മണ്ണിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയാണ്. കൃഷിയിൽ നിന്ന് കിട്ടുന്നത് സംതൃപ്തിയാണെന്നും അധ്വാനത്തിന്റെ വില വിറ്റാൽ കിട്ടില്ലെന്നും അതാണ് സൗജന്യമായി പച്ചക്കറികൾ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുന്നതെന്നും ചന്ദ്രബോസ് പറയുന്നു. അതിരാവിലെ എണീറ്റ് വരുമ്പോൾ തലേന്ന് നിന്നും പിറ്റേ ദിവസമാകുമ്പോൾ അതിൻ്റെ വളർച്ച കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം സ്വാഭാവികമായും ആ രൂപത്തിൽ ഒരു സന്തോഷത്തിന് മറ്റു കാര്യങ്ങൾ ഏതിനേക്കാളും കൂടുതൽ സന്തോഷം കിട്ടുന്ന തൊഴിലായി ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്യുന്ന സീസണാണ്. ഇപ്പം മാത്രമല്ല 6 വർഷക്കാലമായിട്ട് പച്ചക്കറി അങ്ങനെ വെളിയിൽ നിന്ന് വാങ്ങാറില്ല. അത്യാവശ്യം സവാടയും ഉള്ളക്കിഴങ്ങും അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും വെളിയിൽ നിന്ന് വാങ്ങാറില്ല. മറ്റു മിക്ക സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 360 ദിവസവും വീട്ടിലത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം വീട്ടിലെ കാര്യങ്ങളും നടക്കും. നമ്മുടെ പാർട്ടി സഹാക്കൾക്കും അയൽപക്കാർക്കും ഒക്കെ കൊടുത്തു. ന്യൂസ് 18 കോതമംഗലം.
ആലപ്പുഴ കായംകുളം നഗരത്തിൽ ആധുനിക വാതക ശ്മശാനം നിർമ്മിക്കുന്നതിന് കിഫ്ബിയിൽ നിന്നും തുക അനുവദിച്ചു. 2,50,00,000 രൂപയാണ് നിർമ്മാണത്തിന് അനുവദിച്ചത്. ഇതിന്റെ ഭാഗമായി കിഫ്ബി, ഇംപാക്ട് കേരള പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. സ്ഥലത്ത് പൂന്തോട്ടം ഉൾപ്പെടെ നിർമ്മിക്കും. മണ്ണ് പരിശോധന, സ്ഥലത്തിന്റെ സർവേ തുടങ്ങിയവ പൂർത്തീകരിച്ചതിന് ശേഷം ആധുനിക വാതക ശ്മശാനത്തിന് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ ജനകീയാസൂത്രണം പരിപാടിയുടെ ഭാഗമായി പ്രതീക്ഷ എന്ന പേരിൽ നടപ്പിലാക്കിയ സൌജന്യ തുണി ചവിട്ടി നിർമ്മാണ പരിശീലന സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു. 7 ദിവസം നീണ്ടുനിന്ന പരിശീലനത്തിൽ 15ഓളം പേർ പങ്കെടുത്തു. ഇടുക്കി ശാന്തൻപാറയിൽ വയോജനങ്ങൾക്കായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. വയോധികർക്ക് ഒത്തുചേരുവാനും ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 85 പേർ പങ്കെടുത്തു. ശാന്തൻപാറ പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വയോധികരുടെ കലാപരിപാടികളും നടന്നു. കുറച്ച് ആളുകളുണ്ട്. ആലപ്പുഴ കായംകുളം സന്മ കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദിനാചരണവും സെമിനാറും സംഘടിപ്പിച്ചു. സന്മ പ്രസിഡന്റ് മായ വാസുദേവന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കായംകുളം SN സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീജയ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി നടന്ന കവിയരങ്ങ് ശ്രദ്ധേയമായിരുന്നു. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,050, പവന് 48,400. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,050, പവന് 40,400. വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.